ഞാൻ ശ്രീകുമാർ കൂപ്പിള്ളിൽ. ഞാനിവിടെ കൃഷി ചെയ്യുന്ന വെറൈറ്റികളെന്ന് പറഞ്ഞാൽ എല്ലാ തരം നാടൻ ഇനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന നാടൻ ഇനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഉള്ളത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇല്ലിക്കൊമ്പൻ വഴുതനയാണ്. ഇത് ഇപ്പോൾ ഈ ഒരു ലെങ്തൊക്കെ ആയിട്ടുള്ളൂ, ഒരു 40, 50, 60 സെൻറ്റിമീറ്റർ വരെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് 75, 80 സെൻറ്റിമീറ്റർ വരെ വരാറുണ്ട്. ഇതിപ്പോൾ കടുത്ത ചൂട് വന്നിട്ടും വൈറസ് ഒന്നും വരാതെ പിടിച്ചു നിൽക്കുന്ന ഒരു ഇനമാണ്. നമുക്കിപ്പോൾ പാകമായി നിൽക്കുന്നതാണിത്. ഇത് വിത്തിന് പാകമായി നിൽക്കുന്ന കായയാണ്. നമ്മളിവിടെ ഒരു 5 ഇനം മുളകുകളാണ് വ്യത്യസ്തമായ ഇനങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതും ഒരു നാടൻ, അതായത് ഒരു പ്രാദേശിക തലത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ഇനമാണ് കഞ്ഞിക്കുഴിപ്പയർ. ഇത് ഏറ്റവും അധികം ഔഷധ ഗുണമുള്ള ഒരു ഫലമാണ്. ഇത് നെയ്ക്കുമ്പളം എന്ന് പറയുന്ന യഥാർത്ഥ നെയ്ക്കുമ്പളമാണ്. ഇതാണ് നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഇങ്ങനെ ഉള്ളം കയ്യിൽ ഒതുങ്ങി നിൽക്കണം. ഇതിൻ്റെ പേര് ഇപ്പോൾ നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് ഇരട്ടപ്പടവലം എന്നാണ്. ഒരു ചിത്രകാരന്റെ ക്യാൻവാസിൽ തെളിയുന്നത് പോലെ പ്രകൃതി സുന്ദരമായ അതിവിശാലമായ ചെറു ഓളങ്ങളോടുകൂടിയ കായൽ പരപ്പുകൾ, കൊച്ചുവള്ളങ്ങൾ, കേരനിരകൾ, കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ വിസ്മയിപ്പിക്കുന്ന അതിമനോഹര ദൃശ്യം. ആലപ്പുഴ വേമ്പനാട്ട് കായലിലെ ഓളപ്പരപ്പുകൾക്കിടയിലൂടെയുള്ള ഈ യാത്ര ചെന്നെത്തുന്നത് ശാന്തസുന്ദരമായ പ്രകൃതി മനോഹാരിതയുടെ ഉദാത്തമായ മാതൃക തീർക്കുന്ന പെരുമ്പളം ദ്വീപിലേക്കാണ്. പരമ്പരാഗത വിത്തിനങ്ങളുടെയും അപൂർവ ഇനം വിത്തിനങ്ങളുടെയും സംരക്ഷകനും പ്രചാരകനുമായ ശ്രീകുമാർ കൂപ്പിളിലിന്റെ കൃഷിയിടത്തിലേക്കാണ്. കായലാൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാൽ മത്സ്യബന്ധനവും കൃഷിയുമായി ചേർന്ന ജീവിത രീതിയാണ് പെരുമ്പളം നിവാസികളുടേത്. പെരുമ്പളം ദ്വീപിലെ കാർഷിക കാഴ്ചകൾ കേരളത്തിന്റെ ഗ്രാമീണ സൗന്ദര്യത്തിന്റെ കൂടി പ്രതീകമാണ്. സ്വന്തമായി കൃഷി ചെയ്ത് കാർഷിക വിളകൾ ഉത്പാദിപ്പിക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകർക്ക് ഗുണമേന്മയേറിയ വിത്തുകളും തൈകളും നൽകിക്കൊണ്ടുള്ള കാർഷിക യാത്രയുമായി മുന്നേറുകയാണ് ശ്രീകുമാർ കൂപ്പിള്ളിൽ. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായവും കൂടെയുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ് താമസിക്കുന്നത്. പെരുമ്പളം എന്ന് പറയുന്നത് കോട്ടയം, എറണാകുളം, ആലപ്പുഴയുടെ ഒരു സംഗമ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ 2 ജില്ലകളും നമുക്ക് വളരെ അടുത്ത് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാനിവിടെ കൃഷി ചെയ്യുന്ന വെറൈറ്റികളെന്ന് പറഞ്ഞാൽ എല്ലാ തരം നാടൻ ഇനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്ക് കിട്ടാവുന്നത്ര ഹെയർലൂം വെറൈറ്റി, പരമ്പരാഗത ഇനങ്ങൾ, അതെല്ലാത്തിൻ്റെയും വിത്തുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷികളും ചെയ്യുന്നുണ്ട്. ഇല്ലിക്കൊമ്പൻ വഴുതന, വേങ്ങേരി വഴുതന, മംഗലാപുരം ഊരുവെണ്ട, ആനക്കൊമ്പൻ വെണ്ട, ഓണക്കൂർ പാവൽ, ഇരട്ടപ്പടവലം, നാടൻ കാന്താരി, വെള്ളക്കാന്താരി, കഞ്ഞിക്കുഴിപ്പയർ, നെയ്ക്കുമ്പളം തുടങ്ങിയ പരമ്പരാഗത ഇനങ്ങളുടെ സംരക്ഷണ കൃഷിയും വിത്തുശേഖരണവും ശ്രീകുമാറിന്റെ കൃഷി പരിപാലനത്തിന്റെ ഉദാത്ത മാതൃകയാണ്. നാളി ബെദനെ. നാളി എന്നാൽ കുഴൽ, ബെദനെ എന്നാൽ വഴുതന. വടക്കൻ കേരളത്തിലും കർണാടകയിലും കാണപ്പെടുന്ന നാളി ബെദനെ എന്നറിയപ്പെടുന്നതും കേരളത്തിൽ പൊതുവെ ഇല്ലിക്കൊമ്പൻ എന്നറിയപ്പെടുന്നതുമായ വഴുതനയാണ് ഇവിടുത്തെ കൗതുക താരങ്ങളിലൊന്ന്. വണ്ണം കുറഞ്ഞ് നീളമുള്ള ഇളം പച്ച നിറത്തിലുള്ള ഈ ഇനത്തിന് രുചിയേറെയാണ്. നീളമുള്ള വഴുതന കുലകുലയായി കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. 75 മുതൽ 80 സെന്റിമീറ്റർ വരെ നീളമുള്ള ഇല്ലിക്കൊമ്പൻ വഴുതന അലങ്കാര വിളയായും കൂടി ഉപയോഗിക്കാമെന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല 3 വർഷം വരെ വിളവെടുപ്പ് ലഭിക്കുമെന്നതും മറ്റിനങ്ങളെ അപേക്ഷിച്ച് ബാക്ടീരിയൽ വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്ന അപൂർവ ഇനങ്ങളിൽ ഒന്നുകൂടിയാണെന്നതും ഇതിന്റെ മേന്മയാണ്. നമ്മളിവിടെ ചെയ്യുന്ന നാടൻ ഇനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഉള്ളത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇല്ലിക്കൊമ്പൻ വഴുതനയാണ്. ഇല്ലിക്കൊമ്പൻ വഴുതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 70 സെൻറ്റിമീറ്ററിലധികം നീളം വരുന്നതാണ്. ഈ ഒരു ഇനമെന്ന് പറയുന്നത് കാസർഗോഡിൻ്റെ ഒരു തനത്
പരമ്പരാഗത ഇനമാണ്. അത് ഭൗമസൂചിക പദവി നേടിയിട്ടുള്ള ഒരിനം കൂടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ഈ ഒരു വഴുതന മതി. മെഴുക്ക് പുരട്ടിക്കാണെങ്കിലും നമുക്ക് പൊള്ളിച്ച് എടുക്കാനാണെങ്കിലും എല്ലാം ഏതാണ്ട് ഒരു ചെറിയ കുടുംബത്തിലേക്കാണെങ്കിൽ ഇത് ഒരെണ്ണം മതി. ഇത് ഇപ്പോൾ ഈ ഒരു ലെങ്തൊക്കെ ആയിട്ടുള്ളൂ, ഒരു 40, 50, 60 സെൻറ്റിമീറ്റർ വരെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് 75, 80 സെൻറ്റിമീറ്റർ വരെ വരാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ടെൻഡർ സ്റ്റേജാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ വിളവെടുക്കുന്ന സമയത്ത് അത്ര വലുതായിരിക്കും. ഇതിപ്പോൾ നട്ടിട്ട് ഏതാണ്ട് 45, 50 ദിവസമേ ആയിട്ടുള്ളൂ. നമ്മൾ മറ്റ് ഹൈബ്രിഡ് ഇനങ്ങളെ അപേക്ഷിച്ച് ഈ നാടൻ ഇതുപോലുള്ള നാടൻ ഇനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു 3 വർഷത്തോളം പ്രൂൺ ചെയ്ത് നിർത്താമെന്നുള്ളതാണ്. കാരണം ഇത് അത്യാവശ്യം നല്ല ഹൈബ്രിഡിനേക്കാളും നല്ല വിളവുകൾ കിട്ടും. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞതാണ്, എന്നിട്ട് പോലും അതിൽ കായകളും പൂക്കളും ഒക്കെ നിറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഇതിനാവശ്യത്തിനും പാചകാവശ്യത്തിനും കൂടാതെ നമ്മൾ ഇതിൽ നിന്ന് വിത്തുകളും ശേഖരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി അടുത്തൊരു നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഇതിൽ ചെയ്യാനുള്ളത്, ഇത് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വളമിട്ട് കഴിയുമ്പോൾ വീണ്ടും പുതിയ ചെടികൾ പോലെ ആകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വലിപ്പമൊക്കെ ഏതാണ്ട് ആ ഒരു വലിപ്പത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണത്. മറ്റ് വഴുതനകളൊക്കെ നമ്മളൊരു 6 മാസം കഴിയുമ്പോൾ പറിച്ച് കളയും. പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് 3 വർഷത്തോളം നിർത്താമെന്നുള്ളതാണ്. ഇത് വളർച്ച എത്തുമ്പോൾ ഏകദേശം ഒരു ചെറിയൊരു മരത്തിൻ്റെ ഒരു രീതിയിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഒരു 6.5 അടിക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അതിനേക്കാളും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തും ഇതിൽ നിറച്ച് ഫ്ലവറും കായകളും എല്ലാം വന്നിട്ടുണ്ട്, നിറച്ച് കായകൾ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒപ്പം രുചിയിൽ കേമനായ നമ്മുടെ സ്വന്തം വേങ്ങേരി വഴുതനയും ഇവിടുത്തെ പ്രമുഖ താരങ്ങളിൽ ഒന്നാണ്. 1/2 മീറ്ററോളം നീളം വയ്ക്കുന്ന വേങ്ങേരി വഴുതനയ്ക്ക് ഇളം വയലറ്റ് നിറമാണ്. ക്രോസ് പോളിനേഷൻ സംഭവിക്കാതിരിക്കുന്നതിനായി ഓരോ ഇനങ്ങളും പല പല സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളതൊരു പഴയ നാടൻ ഇനമാണ്, വേങ്ങേരി വഴുതനയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. മറ്റ് വഴുതനകളെ അപേക്ഷിച്ച് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഒരേപോലെ വഴുതനകളിൽ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ആദ്യം വരുന്നത് ഇതുപോലെ ചെറിയ വയലറ്റ് കളറിൽ വന്നിട്ട് അത് പിന്നെ വീണ്ടും ഒരു വൈറ്റും വയലറ്റും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡിലാണ്, ഒരു മിക്സഡ് ഷെയ്ഡിലാണ് വരുന്നത്. വെണ്ട കൃഷിയിൽ പ്രധാനം മംഗലാപുരം ഊരുവെണ്ടയാണ്. 300 ചുവട് വെണ്ടയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഒരു ചുവട്ടിൽ നിന്നും ഏകദേശം 60ഓളം വെണ്ടക്കായ്കൾ ലഭിക്കാറുണ്ട്. തല ഉയർത്തി നിൽക്കുന്ന വെണ്ടകളുടെ ആകർഷണീയത ഒന്ന് വേറെ തന്നെയാണ്. കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന ഒന്നാണ് വെണ്ട. അതിനാൽ തന്നെ വർഷം മുഴുവൻ ഇവിടെ വെണ്ട കൃഷിയുണ്ടാകും. ഈ മംഗലാപുരം ഊരുവെണ്ട എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുണ്ടായിരുന്ന ഒരു ആനക്കൊമ്പൻ വെറൈറ്റി ഉണ്ട്. അതും ഇതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം കാഴ്ചയിലും വ്യത്യാസമുണ്ട്. ഇതിനൊരു നല്ല ഒരു ക്രീം കളർന്ന ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആനക്കൊമ്പൻ വരുന്നത് ഒരു വൈറ്റും ഗ്രീനും കൂടി ചേർന്ന ഒരു കളറിലാണ്. പക്ഷേ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ടേസ്റ്റിൽ ആനക്കൊമ്പനേക്കാളും ബഹുദൂരം മുന്നിലാണ് ഈ മംഗലാപുരം ഊരുവെണ്ടയുടെ എന്നുള്ളതാണ്. കാരണം നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ കറി വയ്ക്കാനും സാമ്പാറിലിട്ടാലും ഒക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു ഇനമാണ്. ഇതിന് ഒരു വളരെ സോഫ്റ്റാണ്. ഇതിൻ്റെ മാംസളമായ ഭാഗം നമ്മൾ കറി വെക്കുമ്പോൾ മറ്റ് വെണ്ടകൾ കടിക്കുന്ന പോലെ ഒന്നും കടിക്കില്ല. നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മാസം പ്രായമായിട്ടുള്ള ചെടിയാണ്. ഇതിപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൻ്റെ വിത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ വിത്തുകൾക്കായിട്ടിട്ടത്. ആദ്യത്തെ കുറച്ച് ഭാഗം ഒരു 4 പ്രാവശ്യത്തോളം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് വിളവെടുത്തായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മളിതിൻ്റെ സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇപ്പം നിർത്തിയിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കിത് ഈ വിളവ് എടുത്തു കഴിഞ്ഞ് വിത്തിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് പ്രൂൺ ചെയ്ത് വളമിട്ട് കഴിഞ്ഞാൽ വീണ്ടും ബ്രാഞ്ചസ് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ കടുത്ത ചൂട് വന്നിട്ടും വൈറസ് ഒന്നും വരാതെ പിടിച്ചു നിൽക്കുന്ന ഒരു ഇനമാണ്. കാരണം മറ്റ് ആനക്കൊമ്പനൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ വൈറസ് വരാൻ സാധ്യതയുണ്ട്. സക്കിംഗ് പെസ്റ്റുകളുടെയൊക്കെ കൂടുതൽ അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഇതിലൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് വളരെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ മഴക്കാലത്താണെങ്കിൽ ഇതിപ്പോൾ ഒരു 3 അടിയൊക്കെയാണ് ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ മഴക്കാലത്താകുമ്പോൾ ഏതാണ്ട് ഇതിൻ്റെ 3 ഇരട്ടിയായിരിക്കും ഇതിൻ്റെ വിളവ് വരുന്നതെന്നുള്ളതാണ്. കാരണം ഇനിയാണ് ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത്. കാരണം ഇനിയിപ്പോൾ വേനൽ മഴയും കൂടി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൃഷി
തുടങ്ങാൻ പറ്റും. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ സീസണിൽ ചെയ്തപ്പോൾ ഏകദേശം എൻ്റെ തലയുടെ ഈ ഭാഗം വരെ ഇതിന് ഹൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഒരു 10-60 വെണ്ടയിൽ കൂടുതൽ നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് കിട്ടി. ഇപ്പോൾ ഒരു 20-25 എണ്ണമൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ശകരത്തിൽ നിന്നൊക്കെ നമ്മൾ വിളവുകൾ എടുത്തതാണ് നേരത്തെ. പിന്നീട് നമുക്ക് ഇപ്പോൾ പാകമായി നിൽക്കുന്നതാണിത്. ഇത് വിത്തിന് പാകമായി നിൽക്കുന്ന കായയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് വെണ്ടകളെ അപേക്ഷിച്ച് വിത്തുകൾ വളരെ കുറവാണ്. ആ വിത്തുകൾ കുറവായി വരുന്നതിന് അനുസരിച്ചിട്ടാണ് ഇതിന് ടേസ്റ്റും കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ, സാധാരണ വെണ്ടയെ അപേക്ഷിച്ച് വിത്തുകൾ വളരെ കുറവാണിതിന്. മുളകുകളുടെ വൈവിധ്യലോകവും ഇവിടെയുണ്ട്. പച്ചക്കറി വിളകളിലെ സുന്ദരി വർഗ്ഗങ്ങളിലൊന്നായ മുളകുകളിൽ വലിപ്പത്തിൽ ചെറിയ കാന്താരി മുതൽ ബജ്ജി മുളക് വരെയും എരിവിൽ ബൈഡകി മുതൽ കരണം പൊട്ടി വരെയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരു 5 ഇനം മുളകുകളാണ് വ്യത്യസ്തമായ ഇനങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏകദേശം കാശ്മീർ മുളക്, ബൈഡകി മുളക് ഉൾപ്പെടെ ഒരു 10ഓളം ഇനങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത് ഒരു 5 ഇനങ്ങളാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഇനങ്ങളിലെല്ലാം വെച്ച് ഏറ്റവും അധികം പോപ്പുലറായിട്ടുള്ള ഒരു ഇനം എന്ന് പറയുന്നത് ഈ മീറ്റർ മുളകാണ്. മീറ്റർ മുളക് എന്ന് പറയുന്നത് ഏതാണ്ട് 1 മീറ്റർ ഒന്നും ഇല്ലെങ്കിലും അതിന് നമ്മളിട്ട പേരല്ല. ഇവിടെ ഇത് നേരത്തെ തൊട്ട് നമ്മളിതിൻ്റെ നാടൻ ഇനമായിട്ടുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ആളുകൾ തന്നെ ഇട്ട പേരാണ്. 1 മീറ്റർ ഇല്ലെങ്കിലും 35-40 സെൻറ്റിമീറ്റർ നീളം ഇതിനുണ്ടെന്നുള്ളതാണ്. ഇതുണ്ടല്ലേ, ഇതാണ് അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള 2 ഇനം നെയ്മുളകുകളാണ്. ഈ മുളകിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ടേസ്റ്റിലും എരിവിലും ഒക്കെ ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ചാണ് അത് ഓരോരുത്തർ ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു ഇനം എന്ന് പറയുന്നത് നെയ്യുടെ ടേസ്റ്റ് തന്നെയാണ്. പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു ചെറിയ വിഭാഗം ആൾക്കാർക്ക് ഈ മുളകിന് അത്ര വലിയൊരു താല്പര്യമില്ലാത്തവരുമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഏതാണ്ട് നമ്മുടെ കോടാലി മുളക്, മാലിമുളകിനോടൊക്കെ സാമ്യം വരുമെങ്കിലും ടേസ്റ്റിൻ്റെയും രുചിയുടെയും കാര്യത്തിൽ അതുമായി യാതൊരു അടുപ്പവും ഇല്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ 2 ഇനം എന്ന് പറയുന്നത് ഒരെണ്ണം പഴുക്കുമ്പോൾ മഞ്ഞ കളർ വരുന്നതാണ്, വേറൊരെണ്ണം പഴുക്കുമ്പോൾ ചുവപ്പ് വരുന്നതാണ്. ഇത് ചുവപ്പ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ്. മഞ്ഞ കളർ അപ്പുറത്തുണ്ട്, അതിന് ഇത്രയും ഗ്രീൻ കളർ ആയിരിക്കില്ല അതിൻ്റെ തൊണ്ടിനെന്നുള്ളതാണ്. ഇത് ബജിമുളക് ഒരു ഹൈബ്രിഡ് ഇനമാണ്. ഹൈബ്രിഡ് ഇനം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അതായത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വെറൈറ്റികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ്. ഇത് വീനസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഇത്രയും ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വിളവും അതിഭയങ്കരമാണ്. കാരണം ഇതൊരു ഏറ്റവും ഫാസ്റ്റായിട്ട് വിളവെടുക്കുക എന്നുള്ളതാണ്. ഒരു 1-1.5 മാസം കൊണ്ട് നമുക്കിത് വിളവെടുത്ത് തുടങ്ങാം. നെയ്മുളകളിൽ മറ്റൊരിനം ഇതാണ് പഴുക്കുമ്പോൾ മഞ്ഞ നിറത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിയാണിത്. ഷേപ്പും കാര്യങ്ങളൊക്കെ ഒരുപോലെയാണെങ്കിലും പച്ചയായിരിക്കുമ്പോൾ അതിന് നല്ല ഗ്രീൻ കളറാണ്. ഇതിനൊരു സ്നോ വൈറ്റ് കളറാണ്, അതായത് ഒരു ക്രീം യെല്ലോ കലർന്ന ഒരു കളറാണ് ഇതിന് വരുന്നത്. 2ൻ്റെയും ടേസ്റ്റ് ഏകദേശം ഒരുപോലെയാണ്. എങ്കിലും ഈ നെയ്മുളകളുടെ ആരാധകർക്ക് ഇത് തമ്മിൽ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഇനം എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒരു തനി നാടൻ ഇനമാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഉജ്ജ്വലയാണ്. ഉജ്ജ്വല നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉജ്ജ്വലയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഉജ്ജ്വല നമ്മൾ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ കറിയിലൊക്കെ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ മറ്റ് മുളകുകളെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു ഇതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ മറ്റ് മുളകുകൾ, ഇപ്പോൾ മുളകുകളെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗങ്ങളിലൊന്നാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള കാലാവസ്ഥാ വ്യതിയാനം മൂലം വരുന്ന ബാക്ടീരിയൽ വാട്ടം. അപ്പോൾ ആ ബാക്ടീരിയൽ വാട്ടത്തിനെ പ്രതിരോധിക്കാൻ നമ്മൾ ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ചെടി ഉജ്ജ്വല തന്നെയാണ്. ഉജ്ജ്വലയ്ക്ക് വളരെയധികം ബാക്ടീരിയൽ വിൽറ്റ് ചെറുക്കാനുള്ള ശേഷിയുണ്ടെന്ന്. പയർ ഇനങ്ങളിൽ കഞ്ഞിക്കുഴി പയറാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. 1 മീറ്ററോളം നീളം വയ്ക്കുന്നതും നല്ല രുചിയുമുള്ളതാണ്. എങ്കിലും തത്തകൾ ഉണ്ടാക്കുന്ന ശല്യം ചെറുതല്ല. തത്തകളുടെ ഇഷ്ടഭക്ഷണമാണ് ഈ പയർമണികൾ. അതിനാൽ ചുറ്റിലും വലകൾ ഉപയോഗിച്ച് മൂടിയാണ് പയർ കൃഷി ചെയ്യുന്നത്. ഇതും ഒരു നാടൻ, അതായത് ഒരു പ്രാദേശിക തലത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ഇനമാണ് കഞ്ഞിക്കുഴി പയർ. കഞ്ഞിക്കുഴിയിലെ ശുഭകേശനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ഇത് പുള്ളി തന്നെയാണ് എനിക്കിതിൻ്റെ വിത്തുകൾ തന്നതും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തും അതുപോലെ തന്നെ മഴക്കാലത്തും ഒരുപോലെ ചെയ്യാം. വേനൽക്കാലത്ത് മറ്റ് പയറുകളിൽ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് രോഗങ്ങളും വൈറസുകളും വരുമെങ്കിലും ഈ കഞ്ഞിക്കുഴി പയറിന് പൊതുവെ വളരെ പ്രതിരോധിച്ച് ചൂടിനെ പ്രതിരോധിക്കാനുള്ളൊരു കഴിവുണ്ട്. എന്നാൽ മഴക്കാലത്തേക്ക് വളരെ നല്ല ചെയ്യാൻ നമുക്ക് അഭികാമ്യമായിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ്. ഇതിൻ്റെ നീളവും ഇതിൻ്റെ വിളവും മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ സോഫ്റ്റാണ്. ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിലും നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളത്. നമ്മൾ അത്ര മറ്റ് അച്ചിങ്ങ പയറുകളൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ കടിക്കും ഒരു ഇതുണ്ട്. ഇതിപ്പോൾ നമ്മളും ഇവിടെ ഇതിൻ്റെ ഒരു വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇത് ചെയ്തത്. കാരണം ഇത് വളരെ അധികം ആവശ്യക്കാർ നമ്മുടെ നഴ്സറിയിലൊക്കെ ഇത് തിരക്കി വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് നേട്ടം ഉണ്ടാക്കാമെന്നുള്ള കണക്കിലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് പയറുകളുടെ പകുതി വിത്തുകളെ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം എണ്ണം വളരെ കുറവാണ്. കണ്ടില്ല, ഇത് ഈ ഒരു ലെങ്ത് കണ്ട, ഇവിടുന്ന് ഈ ഒരു ലെങ്ത് വരെ സീഡില്ല, പിന്നെ ഇവിടെ സീഡുണ്ട്. ഇങ്ങനെ ഈ ഒരു ലെങ്തിലാണ്. ഒരു എണ്ണത്തിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 30-32 മണി വരുമെന്ന് തോന്നുമെങ്കിലും ഒരു 15-16 20 താഴെ മണികൾ മാത്രമേ നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന വിളയാണ് കുമ്പളം. ആയുർവേദ ഔഷധമായും കൂഷ്മാണ്ഡ രസായനമുണ്ടാക്കാൻ വൈദ്യന്മാർ ഉപയോഗിക്കുന്നതുമായ നെയ്ക്കുമ്പളം കൃഷിയും ഇവിടെയുണ്ട്. ഇത് ഏറ്റവും അധികം ഔഷധ ഗുണമുള്ള ഒരു ഫലമാണ്. ഇത് നെയ്ക്കുമ്പളം എന്ന് പറയുന്ന യഥാർത്ഥ നെയ്ക്കുമ്പളമാണ്. ഇതാണ് നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഇങ്ങനെ ഉള്ളം കയ്യിൽ ഒതുങ്ങി നിൽക്കണം. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം മാത്രമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അനന്തമായ ഒട്ടേറെ സവിശേഷതകളും ഗുണങ്ങളും ഉള്ളതാണ്. ഇത് പൂജാ ആവശ്യങ്ങൾക്ക് എടുക്കും. അതുപോലെ ഏറ്റവും അധികം വൈദ്യന്മാരാണ് എടുക്കുന്നത്. ഞാനൊരു വൈദ്യ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ സഹസ്രയോഗത്തിൽ പറയുന്നത് വല്ലീഫലാനാം പ്രവരം കുശ്മാണ്ഡം എന്നാണ്. അതിൻ്റെ മലയാളത്തിൽ വരുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ വള്ളിപ്പടർപ്പുകളിലുണ്ടാകുന്ന ഫലങ്ങളിൽ ഏറ്റവും ഗുണമേന്മേറിയത്. അതായത് മേലിലുണ്ടാകുന്ന ഫലങ്ങളിൽ നെല്ലിക്കയ്ക്ക് ഏറ്റവും ഗുണമുണ്ട് എന്ന് പറയുന്നത് പോലെ വള്ളിപ്പടർപ്പുകളിലുണ്ടാകുന്ന ഫലങ്ങളിൽ ഏറ്റവും ഗുണമേന്മേറിയത്. അതായത് കുശ്മാണ്ഡ രസായനമാണ് ഇതുകൊണ്ടുണ്ടാക്കുന്ന പ്രധാന ഒരു ഔഷധം. പിന്നെ ഇത് ചെറുതായിട്ട് മുറിച്ച് ഇത് കൂടുതൽ നമ്മൾ കഴിക്കുന്നതിനേക്കാളും നല്ലത് വളരെ ചെറിയ ഒരളവിൽ സ്ഥിരമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലയളവിൽ കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോള്, അതുപോലെയുള്ള ഒട്ടനവധി തൈറോയിഡിന് വരെ നല്ല മാറ്റം വരുത്താൻ, അതായത് ആ രോഗശമനം വരുത്താനായിട്ട് കഴിവുള്ള ഒരു ഫലമാണെന്നാണ് ആയുർവേദം പറയുന്നത്. ഇതിൻ്റെ കൃഷിരീതികളെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ജൈവവിളാധിഷ്ഠിതമായിട്ടുള്ള കൃഷിയാണ് ചെയ്യുന്നത്. മറ്റ് വളങ്ങളെക്കാളും ഇതിന് ഏറ്റവും പ്രാധാന്യം ചാണകമാണ്. ചാണകമിട്ട് നടുന്നതാണ് ഏറ്റവും അധികം വിളവ് കൂടുതൽ കിട്ടാനായിട്ട് നല്ലത്. അതുപോലെ തന്നെ ഇത് ഒരു പന്തൽ വിളയാണ്. കാരണം നിലത്ത് ഉണ്ടാകുന്നതിൻ്റെ ഒരു 10 ഇരട്ടി വിളവ് നമുക്ക് ഈ പന്തൽ ഇട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കൂടാതെ 1 കിലോയിൽ താഴെയുള്ള കറി വയ്ക്കുന്നതിനായുള്ള കുമ്പളങ്ങളും പ്രത്യേകമായി വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പച്ചക്കറി വിളകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേസ്റ്റ് പോകുന്ന, അതായത് പാചക ആവശ്യത്തിന് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേസ്റ്റ്, കാരണം ഒരു കിലോത്തിൻ്റെ കുമ്പളങ്ങയാണെങ്കിൽ നമുക്ക് അധികം വേസ്റ്റ് പോകില്ല. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു വലിയ കുമ്പളങ്ങയാണ് നമുക്ക് വിളവെടുത്ത് കിട്ടുന്നതെങ്കിൽ അത് നമ്മളൊരു കുടുംബത്തിൽ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാതിയിലധികം വീണ്ടും മുറിക്കുമ്പോൾ വേസ്റ്റായി പോകും. അതിനൊരു പ്രതിവിധി എന്ന നിലയിലുള്ളൊരു വെറൈറ്റിയാണിത്. ഇത് മാക്സിമം പോയാൽ ഒരു 3/4 കിലോ മുതൽ 1 കിലോ വരെയാണ് ഈ ഒരു ഇനം വരുന്നത്. അപ്പോൾ ഈ മറ്റ് കുമ്പളങ്ങളെ അപേക്ഷിച്ച് ഇതിന് കുറച്ചുകൂടി ഗുണമുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ കുടിക്കാനൊക്കെയാണ് ആളുകൾ കൊണ്ടുപോകുന്നത്. കാരണം ഇപ്പോൾ ഒരു രാവിലെ വെറും വയറ്റിലാണല്ലോ ജ്യൂസുകൾ ആൾക്കാർ ഈ കുമ്പളങ്ങയുടെയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുടുംബത്തിലേക്കൊക്കെ ആണെങ്കിൽ 2 ദിവസം കൊണ്ട് ഇത് ജ്യൂസാക്കി കുടിക്കാൻ പറ്റും. മറ്റ് കുമ്പളങ്ങളൊക്കെ ആകുമ്പോൾ മുറിച്ച് വെച്ച് ഒരുപാട് വേസ്റ്റായി പോകുന്നുള്ളതാണ്. കൃഷിയിൽ അത്ഭുതം തീർക്കുന്നവരാണ് കർഷകരെങ്കിലും കൃഷിയും അത്ഭുതമാവുകയാണ് ഇരട്ടപ്പടവലം എന്ന പടവലത്തിലൂടെ. ഒരു ഞെട്ടിൽ നിന്നും 2 പടവലമുണ്ടാകുന്നു എന്നതും അതിൽ ചിലത് ഒട്ടിച്ചേർന്ന് ഒരുമിച്ചുണ്ടാകുന്നു എന്നതും അത്ഭുതവും ആശ്ചര്യമേകുന്നതുമാണ്. ഈ വിത്തിനങ്ങളും സംരക്ഷിച്ച് ആവശ്യക്കാർക്ക് നൽകുന്നുമുണ്ട്. ഇത് നമ്മൾ ഒരു 5-6 വർഷങ്ങളായിട്ട് സംരക്ഷിച്ചു പോരുന്ന ഒരു ഇനമാണ്. ഇതിൻ്റെ പേര് ഇപ്പോൾ നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് ഇരട്ടപ്പടവലം എന്നാണ്. ഇരട്ടപ്പടവലം എന്ന് പറഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ ചില ഫലങ്ങൾ അല്ലെങ്കിൽ കായൽ ഒക്കെ വരുന്നുണ്ട്.
ഇരട്ടകളായിട്ട് ഇങ്ങനെ അത് അത്യപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇത് ജനിതകമായിട്ട് തന്നെ ഇത് സ്ഥിരമായിട്ട്, അതായത് നമ്മൾ വിത്ത് എത്ര എടുത്തു പോന്നാലും അതിലെല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് നട്ട് വിളവായി വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു 3-4 കായകൾ സിംഗിളായിട്ട് വന്നതിന് ശേഷം പിന്നെ എല്ലാം ഇതുപോലെയാണ് വരുന്നത്. ഇങ്ങനെ സിംഗിളായിട്ട് ഇങ്ങനെ ഡബിളായിട്ട് വരും. ഡബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടിപ്പിടിച്ച് വരും. പരിമിതികളിലൂടെ വിജയം കൈവരിച്ച കർഷകനാണ് ശ്രീകുമാർ. സംസ്ഥാന കൃഷിവകുപ്പിന്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും പിന്തുണ കൃഷി മുന്നേറ്റങ്ങൾക്ക് സഹായകരമായി. ഒട്ടേറെ കർഷകർ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. പ്രധാനമായും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതികളിൽ ഒരുപാട് കർഷകർ നിരവധി പദ്ധതികളിലായിട്ട് ഇവിടെ ഏർപ്പെട്ടിട്ടുണ്ട്. കർഷകർക്ക് വലിയൊരു പിന്തുണ നൽകിക്കൊണ്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി വരികയാണ്. കർഷകർക്ക് വളരെയധികം പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. വളരെ നല്ല രീതിയിൽ ജനങ്ങളിലേക്കെല്ലാം എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നിർവഹിച്ചു വരുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ കർഷകർക്കും ഇത് എത്തിക്കുന്നതിനും അതിൻ്റെ കൂടുതൽ നല്ല രീതിയിൽ പബ്ലിസിറ്റി നൽകിക്കൊണ്ട് പദ്ധതികൾ ഓരോന്നും എല്ലാ കർഷകരുടെയും ആവശ്യാനുസരണം ലഭ്യമാവുന്ന രീതിയിലേക്ക് എല്ലാ ബ്ലോക്ക് തലത്തിലും കൃഷിഭവൻ തലത്തിലുമുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തി വരുന്നുണ്ട്. നമ്മുടെ എല്ലാ സ്കീമിലും ഒരുപാട് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളും കൃഷിസ്ഥലം ഒക്കെ ആയിട്ട് വളരെ വളരെ വൃത്തിയായിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരു കർഷകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്ലോട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഇനങ്ങൾ, അതേപോലെ പരമ്പരാഗത വിത്തിനങ്ങൾ, ഒപ്പം നമ്മുടെ വളരെ ഇപ്പം മാർക്കറ്റിൽ സുലഭമായിട്ടുള്ള പച്ചക്കറികളെല്ലാം ഒരുവിധം എല്ലാം അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലത്ത് അവൈലബിൾ ആണ്. ആണെങ്കിൽ VDPയുടെ ഡ്രിപ്പ് ഇറിഗേഷനിൽ അദ്ദേഹം ചെയ്യുന്നതിന് നമ്മൾ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ അദ്ദേഹത്തിന് ഒരു പോളി ഹൗസ് ഉണ്ട്. അപ്പോൾ പോളി ഹൗസ് ആണെങ്കിലും നമുക്ക് SHM സ്കീം വഴി കൊടുക്കാൻ സാധിച്ചതാണ്. അപ്പോൾ അതിലാണ് അദ്ദേഹം നഴ്സറിയും കാര്യങ്ങളും കുറച്ച് വിപുലമായി മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പം ഈ ആലപ്പുഴ ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലത്തും അദ്ദേഹം അത് സെയിൽ ചെയ്യുന്നുണ്ട്. തൈകൾ ഉൽപ്പാദനം വളരെയധികം, ഒപ്പം ഈ കൃഷി കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ തൈകളുടെ ഉൽപ്പാദനവും വളരെ ഇമ്പോർട്ടൻസോടുകൂടി നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ഇതാണ് കണ്ടുവരുന്നത്. ബ്ലാക്ക് ടൊമാറ്റോ എന്നറിയപ്പെടുന്ന മറ്റൊരു വിസ്മയ കാഴ്ചയാണ്. കുലകുലകളായി ഉണ്ടാവുകയും ഓരോ പ്രായത്തിനനുസരിച്ച് പച്ച, വയലറ്റ്, മഞ്ഞ, കറുപ്പ് എന്നിങ്ങനെ നിറം മാറി മാറി വരുന്ന ഇനം തക്കാളിയും പ്രത്യേകതയാണ്. 2000 സ്ക്വയർ മീറ്റർ പോളി ഹൗസിലാണ് പച്ചക്കറി തൈകളുടെ നഴ്സറി പരിപാലനം. നമ്മളുടെ നഴ്സറി വിഭാഗം എന്ന് പറയുന്നത് ഇതാണ്. വെജിറ്റബിളിൻ്റെ ആണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. പിന്നെ പപ്പായയുടെ അതുപോലെയുള്ള തൈകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മുരിങ്ങ, വേപ്പ്, അകത്തിച്ചീര അങ്ങനെയുള്ള ഇനങ്ങളും കൂടിയുണ്ട്. കൂടുതലും വെജിറ്റബിൾസാണ് ഉണ്ടാക്കുന്നത്. കൂടുതലും നാടൻ ഇനങ്ങളും പിന്നെ അത്യാവശ്യക്കാർക്ക് നമ്മൾ ഹൈബ്രിഡ് ഇനങ്ങളും ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലത്തെ 5 പോളി ഹൗസുകളിലായിട്ടാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ ഇനങ്ങളിലുള്ള തണ്ണിമത്തനുകൾ കൂടാതെ 5 ഇനം മത്തനുകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച ജൈവ കർഷകനുള്ള ഇക്കൊല്ലത്തെ സരോജിനി ദാമോദർ അവാർഡ് 2 ലക്ഷം രൂപയും ഫലകവും കരസ്ഥമാക്കിയതും പെരുമ്പളത്തെ ശ്രീകുമാർ തന്നെയാണ്. നാടൻ വിത്തുകൾ കൂടാതെ ഹൈബ്രിഡ് വിത്തുകളും ശ്രീകുമാറിന്റെ ശേഖരത്തിലുണ്ട്. നല്ലൊരു നാളേക്കായി പരമ്പരാഗത വിത്തിനങ്ങളുടെയും കാർഷിക പാരമ്പര്യത്തിന്റെയും കാവലാളായി നിൽക്കുകയാണീ കൊച്ചുദ്വീപിലെ കർഷക ശ്രേഷ്ഠനായ ശ്രീകുമാർ. കൂടുതൽ വിവരങ്ങൾക്ക് 9446122740.